അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഇതെന്ന് പറയുന്നത്, ആരെങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ആരെങ്കിലും എൻ്റെ ലൈഫിൽ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ആരെങ്കിലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇതൊന്നും എന്നെ അങ്ങോട്ട് ബാധിക്കത്തില്ല, അതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അവരോടൊന്ന് അടുത്ത് വരുമ്പോൾ ഇവരൊന്ന് അകലം പാലിക്കും, നമ്മളൊന്ന് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഇവരൊന്ന് മൗനം പാലിക്കും, ഇവരധികം അടുക്കൂല, ഇവരൊരു പിടി തരാതെ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പേഴ്സണാലിറ്റിയാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? പണ്ട് ഇവർ ജനിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ്. ഇവർ ഈ ലൈഫിൽ ഒരുപാട് തവണ സ്നേഹം കൊതിച്ചിരുന്ന സമയങ്ങളിലെല്ലാം ഇവരിത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്കത് കിട്ടാതെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തോന്നിയിട്ടില്ല അവരുടെ ലൈഫിൽ. ഒരുപാട് അടുത്തുനിന്ന് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ ഇവർ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പേടി, അടുത്ത സമയങ്ങളിൽ പല ആൾക്കാർ ഇവരെ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ സ്നേഹിച്ചവരിൽ നിന്നൊക്കെ വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നീട് ഈ ഒരു ക്യാരക്ടറിലേക്ക് മാറുന്നത്. പിടിതരാതെ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് ക്ലോസ് ആകാൻ ഭയങ്കര പാടായിരിക്കും. വേറെ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇവർ വേണ്ട, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും, ഇവർ ദേഷ്യപ്പെടും. അതുപോലെ അധികം സ്നേഹമൊന്നും കാണിക്കത്തില്ല, ഒന്നും ഒരു അവോയ്ഡ് ചെയ്ത് ആയിരിക്കും നിൽക്കുന്നത്, അറിയുന്നതൊക്കെ അവർക്കൊരു ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് നോക്കുക. നമ്മളിങ്ങനെ ആ ആൾക്കാർ മാറി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് സ്നേഹത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ഒരു കെയറിൻ്റെ കുറവാണ്, അല്ലാതെ ഇവർ ജാട കാണിക്കുന്നോ അഹങ്കാരം കാണിക്കുന്നവരോ അല്ല. ഇവർക്ക് പറ്റുന്നില്ല, പറ്റാത്തത് കൊണ്ടാണ്. അത്രയ്ക്ക് വേദന ഇവരുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ കൂടെ അവർ കടന്നു പോകുന്നതിൻ്റെ റീസൺ ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവരോട് സ്നേഹം കാണിക്കുക, അവർക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ സ്പേസ് കൊടുക്കുക. ക്ലോസ്നെസ് എന്ന് പറയുന്നത് എന്തോ വലിയൊരു ഡേഞ്ചർ ആണെന്നാണ് ഇവർ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്. അല്ല, ഇത് വലിയ ഡേഞ്ചർ ഒന്നും അല്ല എന്നുള്ളത് പതിയെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. നമ്മളാണ് അതെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ പതിയെ മനസ്സിലാക്കിക്കുക. പിന്നെ ഇവരെ മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ ഒക്കെ കടത്തിവിടുക. മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ജേണലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അഫർമേഷനിൽ കൂടെ ഒക്കെ കടത്തിവിടുക. ഇതും ഒന്നും സംസാരിക്കുമ്പോഴൊക്കെ പതിയെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് വലിയ പ്രോബ്ലം ഉള്ളൊരു കാര്യമല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുമ്പോൾ നമ്മളവരെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. നമുക്കാണ് ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവെയർനെസ് ആണ്, നമ്മളിത് മനസ്സിലാക്കുക. നമുക്ക് ഈ പ്രോബ്ലം ഉണ്ട്, തെറാപ്പി വേണോ, ആരോടെങ്കിലും സംസാരിക്കുക. പിന്നെ നമുക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗെയിങ് ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ്. ഓടി ഒളിക്കുന്നതിന് പകരം അവിടെ തന്നെ നിൽക്കുക. നമ്മളെന്തിനു പേടിക്കുന്നത്? ഇവർ നമ്മളെ ഹേർട്ട് ചെയ്യുമോ, ഇവർ നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുമോ, അവരിൽ ഒരാളാകുമോ ഇവരെന്നുള്ള പേടി കാരണമാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ കൂടെ തന്നെ നിൽക്കുക, അവരിൽ ഒരു വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ നിങ്ങൾക്ക് ശരിക്കും വേണമെന്നുള്ളത് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഐ നോ യുവർ ഇൻഡിപെൻഡൻസ് ഈസ് യുവർ സ്ട്രെങ്ത്, ബട്ട് കണക്ഷൻ ഡസൻറ്റ് വീക്കൻസ് യു, ഇറ്റ് ഓൾവേസ് ഹെൽപ്പ് യു ടു കംപ്ലീറ്റ്. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെ ജാടയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ ഒഴിവാക്കാതെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.